അപ്പോൾ ഹലോ ഗെയിമേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് തട്ടുകട സെർവറായിട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ ബേസിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ മരമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ പെയിലോക്കിൻ്റെ സാപ്പിളിങ് പിന്നെ ബെക്സ്റ്റോടെ ബേസിൽ നടന്ന് ഇനി നമുക്ക് ചെറിയ സാപ്പിളിങ്ങും കൂടെ കിട്ടാനുള്ളൂ. ബാക്കിയെല്ലാം കിട്ടി. പിന്നെ ഡാർക്ക് ഓക്കിൻ്റെ സാപ്പിളിങ് കിട്ടി. പിന്നെ നമുക്ക് പൊട്ടറ്റോ കിട്ടി. മൊത്തച്ചാണ് അപ്പോൾ നമ്മുടെ ഇനി ഫുഡ് മിക്കാറ് പൊട്ടറ്റോ ലൈഫ് നല്ലത്. അതാണ് കുക്ക് ചെയ്തില്ല. വേറെ ലൈഫും കൂടും. ക്യാരറ്റും ലൈഫ്. അപ്പോൾ എൻ്റെ സൗണ്ടിന് മാറ്റം ചിലപ്പോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചെറുതായിട്ട് നീർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി ബേസിന് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കയ്യിലോക്കിന് സാപ്പിളിങ് വരുത്തിയിട്ടുണ്ട് പ്രൈസ്. അപ്പോൾ നിങ്ങൾ DD ഗെയിമിങ്ങിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു ഹീറോ ബ്രെയിൻ തട്ടടയിൽ കണ്ടിട്ടില്ലേ? പോയി കണ്ടോ കേട്ടോ. എന്താണെന്ന് അറിയില്ല വൈസ്. എനിക്കും കുറച്ച് ഇതൊക്കെ ഒന്നുണ്ട്. ഞാൻ അവിടെ ആ വാൽക്കൻ്റെ ഈ നെതർ പോർട്ടലിലോ ഇങ്ങനെ ഞാൻ നിങ്ങളെ പറഞ്ഞുതരാം. ഇപ്പോൾ രാത്രി ആവുന്ന സമയത്തിന് ഇവിടെ ഇങ്ങനെ ഈ പ്ലാങ്കൊക്കെ ഉണ്ട് ഇങ്ങനെ അടിക്കണം. അപ്പോൾ തന്നെ ആരും എന്നെ ഇങ്ങനെ ഒറ്റ തള്ളി വിട്ടു. ഞാൻ ഇവിടെ വന്നിടുന്നു. ഡാമേജ് ഒന്നും എടുത്തില്ല. ഞാൻ വീഡിയോ എടുക്കണതിന് തൊട്ടും ഇപ്പം ആരാന്നൊന്നും മനസ്സിലാവില്ല. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ശവലുണ്ടാക്കി നമുക്ക് തന്നെ ഇല്ലാത്ത ലെഗിൻസില്ല. നമ്മുടെ പല ആർമകളും പൊട്ടിപ്പോയി. അതാണ് സങ്കടം. ലെഗിൻസ് ഉണ്ടാക്കി സ്കൂളിൽ ഇറങ്ങി കിട്ടോ. മുഹറം 10 അതുകൊണ്ട് നമുക്ക് ഇന്നൊന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ട്രീ ഹൗസ് ഉണ്ടാക്കിയാലോ? അതാണ് എൻ്റെ പ്ലാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഈ ബാമ്പും കൊണ്ട് കുറേ ഫാം ചെയ്യാം. ട്രീ ഹൗസ് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഒരു റിയൽ വില ഉണ്ടാവുമല്ലോ. നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ മൈനിങ്ങിനാണ്. നമുക്ക് ഡയമണ്ട് ആർമറൊക്കെ ആവാനുള്ള അടുത്ത വീഡിയോയിൽ. ഇതൊക്കെ കയറി അപ്പം തന്നെ ഒരെണ്ണം വളർന്നു. ബഹുമാനം അടുത്തത് വളർന്നു. അടുത്ത ബഹുമാനം സപ്പോർട്ട് സ്റ്റാഫ് ഇത്ര പോലെ. അപ്പോൾ കഴിച്ച് ഞാൻ കുറേ ബാമ്പു ഫാം ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യട്ടെ. ഇങ്ങനെ നിരത്തി അങ്ങ് വയ്ക്കാം. നമുക്കപ്പോൾ ബാമ്പും എല്ലാം കിട്ടിയിട്ട് എക്സ്ട്രോടെ ബേസിൽ നിന്ന് കേട്ടോ. പൊട്ടറ്റോയൊക്കെ അപ്പോൾ ഞാൻ നഗറെ വെച്ച് ഇഷ്ടംമാതിരി പ്രാവശ്യം ചത്തോ മാഗ്മ ക്യൂബുകൾ വരണം. അപ്പോൾ ഇല്ലാണ്ടാക്കി. ഗൈസ്, അപ്പോൾ ഇച്ചിരി നെറ്റ് കണക്ഷൻ പോയോണ്ട് ഞാൻ അറിയാണ്ട് ഇറങ്ങിപ്പോയി. അയ്യോ, ഇതെന്നാ
ഗൈസ് ഇതേതാ? അയ്യോ എൻ്റെ വേറെ ഇത് വന്നു ഗൈസ്. ഞാൻ ഇപ്പോൾ വരാട്ടോ ഗൈസ്. അപ്പോൾ അല്ലേ അത് എന്നാന്നറിയില്ല, ഞാൻ ഇടയ്ക്ക് കയറുമ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് നിൽക്കുന്നത്. അത് ആ സ്പോണിൻ്റെ ആ സ്ഥലത്ത് തന്നെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇടയ്ക്ക് കയറുമ്പോൾ അങ്ങനെ വരാറില്ല. അപ്പോൾ പാമ്പൊക്കെ പോയതിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ പാമ്പ് വളരണ നേരം കൊണ്ട് നമുക്ക് ഈ മരം വെട്ടാട്ടോ. ഇതിൻ്റെ സാപ്പിളിങ് എൻ്റെ ആകെ 4 ഉള്ളൂ. അതാ ഈ നട്ട് വെച്ചാണ് ഇച്ചിരി ഒപ്പിക്കാം. നമുക്കിത് ചെറിയ സാപ്ലിങ്ങും കൂടെയാണ് കിട്ടാനുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഗെയിമിലുള്ള എല്ലാ വുഡും ആവും. നെതറിലത്തെ അത് ഒഴിച്ച് അക്കേഷ്യ ഡാർക്ക് ഉണ്ട്, സ്പ്രൂസ് ഉണ്ട്, ഓക്കുണ്ട്, ബിർച്ചുണ്ട്, അങ്ങനത്തെ മിക്കതും ഉണ്ട്. നമുക്കിനി ഇത് എന്തെങ്കിലും ആകെ 4 സാപ്ലിങ് ഉള്ളൂ. ഇതൊക്കെ പൈസ ഒപ്പിക്കുക. അയ്യോ അപ്പോൾ വണ്ടിയുടെ സൗണ്ട് എല്ലാ വീഡിയോയിലും ഉണ്ടാവില്ല ഗൈസ്. അത് കുറച്ച് ആൾക്കാരും ഉണ്ടാവട്ടെ ഗൈസ്. മീൻസ് ഞങ്ങളെ വീട് മാറുന്നത് വരെ. ഞങ്ങളെ വീട് കുറച്ച് കഴിയുമ്പോൾ മാറും ഗൈസ്. പിന്നെ നമുക്ക് 70 സബ്ബായി ഗൈസ്. ഞാൻ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞു ഗൈസ്. താങ്ക് യു. നമ്മുടെ ഫാമിലി ഫൈനലി 17 ആയി. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര താങ്ക് യു. നിനക്ക് എപ്പോഴും ബഹുമാനം ഇതാകുമ്പോൾ എന്നോട് എപ്പോഴും നിന്നെ നിൽക്കണം വളരും. കണ്ട ബഹുമാനം. അങ്ങനെ നമ്മുടെ ഇവിടെ ഒരു കാടായി. ഷാപ്പിങ് കിട്ടിയില്ല. ഇതിന്റെ ഷാപ്പിങ് 2 കഴിച്ചാലിപ്പോൾ വരാം. അപ്പം ഞാൻ ഇതിൻ്റെ സാപ്പിളിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ ഗൈസ്. ഇത് കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രോടെ ബേസ് വരെ പോകണം ഗൈസ്. പോയി ഗൈസ്. 2 കൂടെ മതിയാക്കണം. അത് കിട്ടി. ചോദിച്ച അവിടെ റിപ്ലൈയും തരല്ല. പണ്ടാരം എൻ്റെ അവസ്ഥ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടതാണ്. കളി വരികയാണ്. ഈ സാധനത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രോടെ ബേസ് വരെ പോകണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ ബേസ് എന്നിട്ടല്ലേ ഇതിൻ്റെ സാപ്ലിങ് എടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇതല്ല സ്പോണ്. ഇത് സ്പോണിലേക്കുള്ളത്. ഡെക്സ്റ്റോടെ ബേസ് അങ്ങോട്ടേക്കാണ്. ഇവിടെ ഞാൻ അടയാളം വെച്ചേട്ടെ ഗൈസ്. വഴിയിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി. അതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വെച്ചതാണ്. കാരണം എനിക്കൊരു പ്രാവശ്യം വഴി വെച്ച് പോയി. ഞാൻ ലാസ്റ്റ് മാമൻ്റെ ബേസിലെത്തിയത്. എൻ്റെ ബേസിനകത്ത് ആ അവസ്ഥ പേടിച്ചു ഞാൻ. ഈ വഴി പോയി ഇച്ചിരി പോകണം ഡെക്സ്റ്റോടെ ബേസിലോട്ട്. എനിക്ക് തോന്നുന്നത് അയ്യോ അല്ലാന്ന്
ഒരവസ്ഥ. ഈ മാഗ്മാറ്റിക് അമ്മായി ഇവിടെ ഉണ്ട്. നമ്മളെ തീർക്കണം. വിചാരിക്കള് എപ്പോഴും ഇവിടെ ഉണ്ടാവും. ഡീസ്പോൺ ആവൂല്ല. ഇതെന്താണ് ഇങ്ങനെ? ഇവിടെ ഒരു വഴിയുണ്ട. അപ്പോഴൊക്കെ ഞാൻ അങ്ങനെ പോയി. അവിടെ ഞാൻ പടം അങ്ങനെ ഞാനെന്നാ ബേസിലെത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നടന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇതല്ലേ ഞാൻ തോന്നി. അതെ വണ്ടിയിൽ ഗൈസ്, അവൻ ബേസിലുണ്ടായാൽ മതി അവിടെ നിന്ന്. അതെ ഭാഗ്യം. എന്നാലിപ്പോൾ വരാട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഡെക്സ്കോഡ് ബേസിലെത്തിയിട്ടുണ്ട്. ഗൈസ്, എൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടല്ലോ ഗൈസ്. അയ്യോ, ഇതന്നെ എൻ്റെ ആപ്പിള് കളഞ്ഞിട്ട് ഒരു ആക്സ് ഉണ്ടാക്കിയതാ. ആക്സൊക്കെ ചുമ്മാ ആക്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കൈ കാണുന്നത് അപ്ഡേറ്റ്. ഗൈസ്, അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റ് വരും. അത് നിങ്ങൾ അറിഞ്ഞോ? കോപ്പർ ഗോളം ആ സാധനം എന്ന് പറഞ്ഞാൽ എന്നെ മാതിരി ആൾക്കാർക്കൊക്കെ നല്ല കാര്യമായിട്ട് ഗൈസ്. എവിടെ പോയാലും വരുമ്പോൾ ഇതായിട്ട് അവസ്ഥ. റീച്ചാകല്ല. ഞാൻ ബാമ്പ് വയ്ക്കോ ഇമാതിരി പൊട്ടനാണല്ലോ റാഫിക്സ്. ഗൈസ്, ഇപ്പോൾ ഡെക്സ്കോഡിൽ നല്ല പിക്കാക്സ് ഒക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഒന്നും എടുത്തൊന്നുമില്ല. എന്തൊക്കെയാ എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്താണ് പിക്കാക്സാ. അപ്പോൾ നമുക്ക് നമ്മുടെ പണി ചെയ്യാൻ ഞാൻ ഡെക്സ്കോഡിനോട് പറയണം എടുക്കും. എന്നിട്ട് നമുക്ക് സാപ്ലിങ് ഇവിടെ തന്നെ നട്ട് വയ്ക്കാം. കൂടുതലൊന്നും കിട്ടുവാണേ. രാത്രിയാവും ഗൈസ്. വേഗം പണ്ടാരം
കുറച്ചുകൂടായി. അയ്യോ കിടന്നാലോ കിടന്നാലോ. ബെഡ് എവിടെയാണ് ഗൈസ്? അയ്യോ വരുമ്പോൾ ഒരു ബെഡ് കൊണ്ടുവരായിരുന്നു. എന്നിപ്പോൾ എല്ലാം കൂടെ അൽഫാം അടിക്കും. ഇവൻ്റെ വീട് അയ്യോ അതിൻ്റെ അടുത്ത് ഹങ്കറില്ല. ആ കിട്ടി ഭാഗ്യം. എന്നൊരു ലോകം അടിച്ച സൗണ്ടിൽ തന്നെ ഇല്ലാത്തത്. ഞാൻ സൗണ്ട് കുറച്ചിട്ടൊക്കെ ഗെയിമില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഭാഗം കൊടുക്കോട്ടെ ഗൈസ്, ഞാൻ ഇച്ചിരിയും കഴിഞ്ഞിട്ട്. ഇപ്പോൾ കൈസ് അവിടെ ഇട്ടല്ല കൈസ്, ഞാൻ നോക്കിയപ്പോൾ കുറേ വില്ലേജേഴ്സ് സ്പോണായിക്കോ. എന്നെ കൊല്ലാതെ കൊന്നവന്മാർ. എക്സ്ട്രോയുടെ ബേസ്, അവൻ്റെ ബേസിലോട്ട് അറിയാൻ ഒരു വഴിയുണ്ടല്ലോ. ഇത് ആരാവിലെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ആള്. മാഗ്മ ക്യൂബിൻ്റെ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ ഞാൻ ഈ വഴി കൂടെ വന്നേ, അതിപ്പോഴാണ് ഓർത്ത്. അപ്പോൾ വണ്ടിയിൽ വേറെ 2 സാപ്ലിംഗ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഒരു മരത്തിൽ നിന്നുള്ള സാപ്ലിംഗ് മാത്രം എടുത്തോട്ടങ്ങ് പോന്നു. അപ്പോൾ ഈ പോണ വഴി ശരിയല്ലേ? അങ്ങകലെ ഒരു സ്കെലട്ടൺ നിൽക്കുന്നുണ്ട്, ഒരു പൊട്ടൻ നിൽക്കുന്നുണ്ട്, ഒരു പൊട്ടൻ. അപ്പോൾ ഞാൻ ഈ വഴി തന്നെയല്ലേ വന്നേ. അപ്പോൾ എൻ്റെ പൈസ ഇച്ചിരി ഇങ്ങോട്ടേക്കായിട്ടോ. ഇത് ഒരു സ്കെൽട്ടൺ വന്നപ്പോൾ അപ്പം തന്നെ അടുത്ത സ്പോണായി. ഇതാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. എവിടെ ചെന്നാലും ഈ മാഗ്മ ക്യൂബിൻ്റെ സംസ്ഥാന സമ്മേളനം ഇത് പരിധിയില്ലേ, സൈ ഇടുക. ഇവിടെ ഇതെന്താണ് ഗൈസ് നെറ്റ്? ഒരു സമാധാനമായ അങ്ങനെ ഡെക്സ്ട്രോയുടെ ബേസിലോട്ടുള്ള വഴി ഞാൻ മറക്കൂല ഒരിക്കലും. അമ്മാതിരി അനുഭവമായിരുന്നു ഇത്. കൈസപ്പോൾ 8 സാപ്ലിങ് കിട്ടി, ഭാഗ്യം. അപ്പോൾ കൈസ് നമ്മളിന്ന് ട്രീ ഹൗസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വേറെ എന്തിനൊക്കെയാലോ കൈസ് പോയേ. അപ്പോൾ ഇന്ന് നമ്മൾ നെതറിൽ പോയി നങ്ങിടാം. ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ. അതിൽ തന്നെ ഈ ഇൻവെൻ്ററിയിലുള്ള ചവറ് കളയാം. ആ കോപ്പർ കോളൊന്ന് വേഗം വരണേ. മുട്ട് നീ ഒന്ന് വേഗം വാടാ, നീ ഇല്ലാണ്ട് ഒരു രക്ഷയില്ല. ചുമ്മാ ചവറ് ബോൺ മീൽ വരട്ടെ ഗൈസ്.
42 ബോൺ മീൽ. ഒക്കെ എന്നാൽ പെയിലൊക്കെ അങ്ങ് ഫാം ചെയ്താലോ? അപ്പം അത് കുറേ ഫാം ചെയ്യട്ടെ. അല്ലെങ്കിൽ വേണ്ട കേസ് ഇന്നത്തെ വീഡിയോയുടെ കുറേ ലെങ്ത് അപ്പോൾ കൂടെ. അപ്പോൾ കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.